ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴവും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്കാണിത്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പഴം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് ഒരുപാട് സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അങ്ങോട്ട് ആവി കയറ്റിയെടുത്താൽ മതി. ഇപ്പോൾ പഴം നമ്മളിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2-3 കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം പഴത്തിൻ്റെ ഉള്ളിലെ ആ കറുത്ത കുരുവും നാരൊക്കെ ഒന്ന് ഇതുപോലെ മാറ്റുക. കുരുവും നാരൊക്കെ മാറ്റുകയും നല്ലത്, അല്ലെങ്കിൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇടയിൽ ഇങ്ങനെ കടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ പറ്റാവുന്ന രീതിയിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. ഇനി വേവിച്ചെടുത്തിട്ടുള്ള ഈ പഴം നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെ ആവശ്യം വരികയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. ഇനി ഈ പഴം നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് പറയുമ്പോൾ 250 ml മെഷറിംഗ് കപ്പിന് 1 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ 1 കപ്പ് ഇതിലേക്ക് മതിയാവില്ല. പിന്നെ നമ്മളിതിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കും. ഈ ഒരു റെസിപ്പി നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിനായിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 അച്ച് ശർക്കര 1/4 കപ്പും കുറച്ചധികം വെള്ളം എടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. അത് അരിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ശർക്കര പാനിയുടെ അളവ് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ എടുത്തിരിക്കുന്ന പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് മധുരം നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നീട് നമ്മളിതിൽ മധുരം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാകത്തിനുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർക്കുമ്പോൾ കുറച്ച് ചൂടോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ശർക്കരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിൽ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുമ്പോൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ശർക്കരയും അതുപോലെ പഴമൊക്കെ കൂടിയിട്ടാവുമ്പോൾ ഇത് കുറച്ചൊരു ലൂസായിട്ടുണ്ടാകും. പക്ഷെ നമുക്കത് അങ്ങനെയല്ല വേണ്ടത്, ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. ആ രീതിയിൽ വേണം അത് കുഴച്ചെടുക്കാൻ. അപ്പോൾ ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മളിതിൽ വീണ്ടും ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി കുറച്ചായിട്ട് ചേർത്ത് നോക്കിയിട്ട് ഇത് കുഴച്ചെടുക്കുക. ഇപ്പം മാവ് നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത്. അതായത് നമ്മൾ കൊഴുക്കട്ടയ്ക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ. അതാണ് ഈ മാവിൻ്റെ പരുവം. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു 1.25 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ അതിനായിട്ട് എടുത്തത്. പിന്നെ ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ആ ഒരു പഴവും ശർക്കരപ്പാനി മാത്രം ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഷേപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഷേപ്പിലാണോ വേണ്ടത് വെച്ചാൽ ആ രീതിയിൽ ചെയ്തെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണമെങ്കിൽ കുറച്ച് എണ്ണ വരട്ടാട്ടോ, എന്നിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ചെറിയ ബോൾസ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പിൽ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇത് ചെറിയ ബോൾസ് ആയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 5-8 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ അത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടോട് കൂടിയിട്ട് എടുക്കണ്ട. ഇത് ഗോതമ്പായതുകൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഈ പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിന് പകരം വെളിച്ചെണ്ണ എടുത്താലും മതി, പക്ഷെ നെയ്യിലാവുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഏകദേശം 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ നാളികേരം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നാളികേരത്തിൻ്റെ കളറൊന്നും മാറണ്ട, അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി. അതുവരെ ഒന്ന് വറുത്തെടുക്കുക. ഇനി ഈ നാളികേരം ഒന്ന് റോസ്റ്റായി വന്നാൽ ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പിനടുത്ത് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി നമ്മൾ നേരത്തെ എടുത്തതിൽ കുറച്ച് ബാക്കി ഉണ്ടാവും, അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഴത്തിൻ്റെ മധുരമുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ സമയത്ത് മധുരം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ കുറച്ച് മധുരം ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിലാണ് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ മധുരമൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി.
ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ഏലക്കായ ചതച്ചെടുത്തിട്ടുണ്ട്, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ശർക്കരപ്പാനി നാളികേരം നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അതായത് ഈ ശർക്കര ഒരുപാട് അങ്ങോട്ട് വറ്റിക്കേണ്ട ആവശ്യമില്ല, രണ്ടും നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സായി വന്നാൽ മാത്രം മതി. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ കൊഴുക്കട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ ശർക്കരയും നാളികേരും കൊഴുക്കട്ടയുടെ മേലെ നന്നായിട്ട് പിടിക്കണം. ആ രീതിയിൽ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരം. അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. നമ്മൾ നേന്ത്രപ്പഴം വാങ്ങിയിട്ട് അത് കൂടുതലായിട്ട് പഴുത്ത് പോയ സമയത്ത്, പിന്നെ നമ്മുടെ വീട്ടിൽ പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരെയൊക്കെ കഴിപ്പിക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണിത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്